ചെടിക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ചെടിയിൽ നല്ല മഴയാണ്, ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും ചോദിക്കും മഴ പെയ്യുമ്പോൾ എന്തിനാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതെന്ന്. പക്ഷേ മഴ പെയ്യുമ്പോൾ ചെടിക്ക് നനയാത്ത ഷെഡിലൊക്കെ ഇരിക്കുന്ന ചെടികൾക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടികൾ കരിഞ്ഞു പോയില്ല. കണ്ടില്ല, എൻ്റെ ചെടി മഴയാണെന്ന് പറഞ്ഞ് വെള്ളം ഒഴിക്കാൻ പറ്റുന്നതാണ്. ഷെഡിലൊക്കെ ഇരിക്കുകയാണ്. അതിൽ മഴ പെയ്യാകുമ്പോൾ നനയത്തില്ല. അപ്പം മഴ പെയ്യുമ്പോൾ നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം. അതിൻ്റെ തേനൊക്കെ വെള്ളം ഒഴിക്കാതെ പാടിയ പോലെ ആയി. മഴയാണെന്നും പറഞ്ഞ് നമ്മൾ ഷെഡിൽ ഇരിക്കുന്നതിന് വെള്ളം ഒഴിക്കാതിരിക്കാൻ പാടില്ല. ഷെഡ് നനയില്ലല്ലോ. ചെടിക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നതാണ്. ചെടിയിൽ നല്ല മഴയാണ്, ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും ചോദിക്കും മഴ പെയ്യുമ്പോൾ എന്തിനാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതെന്ന്. പക്ഷേ മഴ പെയ്യുമ്പോൾ ചെടിക്ക് നനയാത്ത ഷെഡിലൊക്കെ ഇരിക്കുന്ന ചെടികൾക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടികൾ കരിഞ്ഞു പോയില്ല. കണ്ടില്ല, എൻ്റെ ചെടി മഴയാണെന്ന് പറഞ്ഞ് വെള്ളം ഒഴിക്കാൻ പറ്റുന്നതാണ്. ഷെഡിലൊക്കെ ഇരിക്കുകയാണ്. അതിൽ മഴ പെയ്യാകുമ്പോൾ നനയത്തില്ല. അപ്പം മഴ പെയ്യുമ്പോൾ നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം. അതിൻ്റെ തേനൊക്കെ വെള്ളം ഒഴിക്കാതെ പാടിയ പോലെ ആയി. മഴയാണെന്നും പറഞ്ഞ് നമ്മൾ ഷെഡിൽ ഇരിക്കുന്നതിന് വെള്ളം ഒഴിക്കാതിരിക്കാൻ പാടില്ല. ഷെഡ് നനയില്ലല്ലോ. എൻ്റെ തേനൊക്കെ വെള്ളം ഒഴിക്കാൻ ഇന്നത്തെ ചെടി സൺഡേ ചെടികളൊക്കെ കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ചെടി തേനൊക്കെ വെള്ളം ഒഴിക്കുന്നു. ഇത് ഇരവിരിയെ ചെടി കണ്ടില്ല, ഇരവിരിയെ ഇട്ട് വെള്ളം ഒഴിക്കാം. മണി പ്ലാന്റിനൊക്കെ വെള്ളം വേണം. മണി പ്ലാന്റിൻ്റെ ഇതൊന്നും കയറിപ്പോകും. ഇതല്ലേ, ഇതൊക്കെ നനഞ്ഞോളും, കുഴപ്പമില്ല മകളുടെ പുറത്ത്. പക്ഷേ നനയാതെ നിൽക്കുന്ന കുറേ ചെടികളുണ്ട്. ഇതൊന്നും നനയാത്തില്ല. നല്ല മഴയാണ് വെളിയിൽ, കണ്ടില്ലേ, നല്ല മഴയുണ്ട്. പക്ഷേ ഇതിനെല്ലാം വെള്ളം ഒഴിച്ചെങ്കിൽ രക്ഷയുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ മഴയല്ലേ, വെള്ളം ഒഴിക്കാൻ മറന്നു പോകും, മഴ പെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഷെഡിൽ നല്ല മഴയാണെങ്കിൽ ഷെഡിലിരിക്കുന്ന ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കണം. ഇതിനൊക്കെ പിന്നെ ഡെയിലി ഒഴിക്കേണ്ട കാര്യമില്ല. വല്ലപ്പോഴുമൊക്കെ ഒഴിച്ച് കൊടുക്കാൻ മതി. കാരണം ഇതൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണ്. അകത്തുണ്ട്, വീട്ടിനകത്തും കുറേ ഇരിപ്പുണ്ട്, വെളിയിലും ഇരിപ്പുണ്ട്. വീട്ടിനകത്തിരിക്കുന്നതിന് ആഴ്ചയിൽ ഒരു ദിവസം ഞാനെടുത്ത് വെളിയിൽ വെച്ച് വെയിൽ കൊള്ളിപ്പിക്കും. നല്ലതുപോലെ വെയിൽ കൊള്ളിപ്പിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ആയിരിക്കും എടുത്ത് വെക്കുന്നത്. ഇതൊക്കെ പാടി നിൽക്കുന്നുണ്ടല്ലോ വെള്ളം ഇല്ലാതെ. ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ അപ്പുറത്തെ സൈഡിൽ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇത്രയും മതിയുണ്ട്. തേങ്ങയും കുറച്ചുകൂടെ വെള്ളം വേണം. പിന്നെ ഇത് മഴയത്തോട്ട് ഇട്ടാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. കാരണം നല്ല മഴയുണ്ട്, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആവാനും. ഇപ്പം നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ ഉള്ളൂ പ്ലാന്റ് നമുക്ക് നനയുന്നുണ്ട്. ഇലയൊക്കെ നല്ല നനച്ച് കൊടുക്കണം, എന്നാലേ നമുക്ക് ആ ഇലത്തിനുള്ള ആ പച്ച കളർ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് നനയ്ക്കാൻ പറ്റിയില്ല. അതിൻ്റേതാണ് ആ ഇലയൊക്കെ ആ കളറായിപ്പോയി. പിന്നെ ഈ സൈഡും കുറേ ചെടികളുണ്ട്. ഇതിനൊന്നും അധികം വെള്ളം വേണ്ട, കാരണം കുറച്ച് വെള്ളം വേണം. ഇതിൻ്റെ ആ വയറിൽ വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനൊക്കെ കുറച്ച് വെള്ളം. ഇത് പിന്നെ ചൈനീസ് ഇതാണ് പ്ലാന്റ്. ഇതിനൊക്കെ കുറച്ച് വെള്ളം മതി. പെയിൻറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ചെടിച്ചട്ടിക്കൊക്കെ പെയിൻറ്റ് അടിക്കാം. പക്ഷേ വെയിലുള്ളല്ലോ, മഴയല്ലേ. ഇനി മഴ കഴിഞ്ഞിട്ടേ ചെടിക്കൊക്കെ പെയിൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ.